ഗൈസ്, അപ്പോൾ മോട്ടോകോസിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ മേലെ സ്റ്റോക്ക് ആയിട്ടുള്ള വണ്ടി പറഞ്ഞാൽ സെന്ന് കാർബറേറ്ററാണ്. അപ്പം വണ്ടീൻ്റെ മോഡൽ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 98 മോഡൽ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഫിറ്റ്നസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2028 ഫിറ്റ്നസ് കാര്യങ്ങളുണ്ട്. ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഡിസംബർ വരെയാണ് ടാക്സ് കാര്യങ്ങൾ ചെയ്ത്. പിന്നെ അത്യാവശ്യം മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്ത വെഹിക്കിളാണ് ഇതിൽ വരുന്നത്. വണ്ടീൻ്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലുക്ക് ആണെന്നുണ്ടെങ്കിൽ ബമ്പർ ലിപ്പ് കാര്യങ്ങൾ ചെയ്തിരിക്കണ്. അതുപോലെ തന്നെ കസ്റ്റം ചെയ്ത പെയിൻറ്റ് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സൈഡ് സ്കേർട്ടിങ് കാര്യങ്ങൾ ചെയ്തിരിക്കണ്. പിന്നെ സ്പ്രൈറ്റിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങൾ ചെയ്താണ്. 4 വീല് കൂളിങ് കാര്യങ്ങൾ ചെയ്തിരിക്കണ്. പിന്നെ ഫ്രണ്ടത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ത്രെഡ് കാര്യങ്ങളുള്ള ടയറാണ്. ഫ്രണ്ടത്തെ ടയർ ഓൾമോസ്റ്റ് ഒരു 90-95% കാര്യങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ റിയറിൻ്റെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 70-75% കാര്യങ്ങൾ ടയറിൻ്റെ ക്വാളിറ്റി വരുന്നതാണ്. ഇതാണ് വണ്ടീൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്തേനി വണ്ടീൻ്റെ AC കാര്യങ്ങളുണ്ട് നിലവിൽ, പക്ഷേ AC കാര്യങ്ങൾ വർക്കിംഗ് അല്ല. പിന്നെ വേറെ ഇപ്പം മെക്കാനിക്കൽ സൈഡായാലും ബോഡി സൈഡായാലും കാര്യപ്പെട്ട് മേജർ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തേനി ഇൻഷുറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ജൂലൈയിൽ എടുത്ത ഇൻഷുറൻസാണ് വരുന്നത്. അത് 1 വർഷം 2026 വരെ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഓണർഷിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 6th ഓണർഷിപ്പ് വരുന്നത്. പിന്നെ എന്തേനി വേറെ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഇനി ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ ഇതാണ് ജസ്റ്റ് ഇൻറ്റീരിയറിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത്. സ്പീക്കർ കാര്യങ്ങൾ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങളൊക്കെ ചെയ്താണ് നിലവിൽ ഇപ്പോൾ ഇതിൽ. റിയർത്തെ സീറ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞാൽ ഇതാണ് ഈ റിയർത്തെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ. ജസ്റ്റ് വേറെ സീറ്റ് കവർ കാര്യങ്ങൾ അഡീഷണലി ആഡ് ചെയ്യണ കാര്യങ്ങളൊന്നുമില്ല, നിലവിലും എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ജസ്റ്റ് സൈഡിൽ നിന്നുള്ള ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത്. വണ്ടീൻ്റെ എല്ലാ വ്യൂ ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള കോർണറിലുള്ള വ്യൂ കാരണം ഇതാണ് വരുന്നത്. വണ്ടിക്ക് വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിലവിൽ മെയിൻ ഗ്ലാസിൻ്റെ അവിടെ ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ട്, പക്ഷെ അത് വെള്ളം ഉള്ളിലേക്ക് വരിക അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കാണിച്ചു തരാം. അത് ഗ്ലാസ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി തന്നെയാണെങ്കിൽ അതിൻ്റെ അമൗണ്ട് കുറച്ച് തന്നെയാണ്. ഇതാണ് ജസ്റ്റ് ഒരു ലൈൻസ് കാര്യങ്ങൾ വരുന്നത്. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. വെള്ളം ഉള്ളിലേക്ക് കിടക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ഇതാണപ്പം ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് പുറത്തെ വ്യൂ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ എൻജിൻ റൂമിൽ ഓയിൽ ലീക്കിങ്ങോ കാര്യങ്ങൾ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, അത് നമ്മൾ കാണിച്ചു തരാം. പിന്നെ എക്സോ സിസ്റ്റം കാര്യങ്ങൾ വാൾവിൻ്റെ ഓഫ് ഓൺ എന്നുള്ള രീതിയിൽ ചെയ്തതാണത്. അപ്പം ഇതിൽ നിലവിലും ചെയ്യാനുള്ള പണി പറഞ്ഞാൽ AC ഒരു വർക്ക് ഉണ്ട്. പിന്നെ അണ്ടർ ബോഡി റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ചെയ്യാനുള്ള വർക്ക് പറഞ്ഞാൽ AC വർക്കിംഗ് അല്ല, അതൊന്നും ചെക്ക് ചെയ്യാണ്ടോ. പിന്നെ ഗ്ലാസിൻ്റെ അവിടെ ഒരു ചെറിയ ലൈൻ ഉണ്ട്, വേണമെന്ന് തന്നെ മാറണം നിർബന്ധമില്ല. ബട്ട് എന്താ വെച്ചാൽ വെള്ളം ഉള്ളിലേക്ക് കിടക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതങ്ങനെയാണ് ചെയ്യാം. ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അമൗണ്ട് നമ്മൾ കുറച്ച് തന്നെയാണ്, മാറി തന്നെയാണെന്നല്ലാതെ നമ്മൾ ചെയ്ത് തന്നെയാണ്. പിന്നെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് ആണ്, പേപ്പറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ട് ഇപ്പോൾ എല്ലാം കൊണ്ടും ക്ലിയർ ആണ്. ടാക്സി വർഷം ഡിസംബർ വരെയാണ്. അപ്പോൾ ഇതാണപ്പം എൻജിൻ റൂമിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഹെഡിൻ്റെ അവിടെ ലീക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്യൂ കാര്യങ്ങളോ ഗിയർ ബോക്സിൻ്റെ അവിടെ ലീക്കിങ്ങോ പിന്നെ വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പുതിയ ബാറ്ററിയാണ് വരുന്നത്, വാറൻറ്റി കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ള ബാറ്ററിയാണ്. പിന്നെ എന്തേനി വേറെ മെക്കാനിക്കൽ സൈഡോ ബോഡി സൈഡോ ഇപ്പോൾ നിലവിലില്ല. ആകെ ഉള്ളത് ആ മെയിൻ ക്ലാസിൻ്റെ ഒരു ഒറ്റ ഇഷ്യൂ കാര്യങ്ങളുള്ളൂ. ഇതാണ് കാര്യങ്ങൾ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് തന്നെയാണ് ജസ്റ്റ് 85,000 റുപ്യാണ്. അപ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. അപ്പം വരുന്ന ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് ഫറൂഖാണ്. അപ്പോൾ വണ്ടീൻ്റെ ഓവറോളുള്ള ക്വാളിറ്റി കാര്യങ്ങൾ കാണിച്ചു തന്നാൽ നമ്മൾ. പിന്നെ ഡോർസ് കാര്യങ്ങൾ കൂളിങ് ചെയ്താണ്. ഫുള്ളായിട്ട് അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്ത വെഹിക്കിളാണിത്. ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന രീതിയാണ് വണ്ടി ഇത്. വേറെ ഇനിയിപ്പോൾ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഈ ബമ്പറിൻ്റെ അവിടെ കാണുന്ന ചെറിയ ടച്ചപ്പ് മാത്രം നിലവിൽ ചെയ്യാനുള്ളൂ. വേറെ മേജറായിട്ട് പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും റീസണൊന്നും ഇല്ല. മിററായാലും ഫുള്ള് ബ്ലാക്കിലേക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ റിമ്മാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഫറൂഖാണ്.